Praise the Lord. Psalms 100 verse number 4. Enter his gates with thanksgiving and his courts with praise. Give thanks to him and praise his name. Hallelujah. നമ്മുടെ വർഷിപ്പ് ടീമിനായിട്ട് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. They have taken us through the first session in which we have entered his gates with thanksgiving. ഇന്ന് നമ്മുടെ ഈ ചർച്ച് മീറ്റിങ്ങിൽ വന്നിട്ടുള്ള എല്ലാവരെയും ഓൺലൈനിൽ കൂടി നമ്മൾ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ വന്ദനം അറിയിപ്പിച്ചുകൊള്ളുന്നു. അല്പനേരത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് we will be going into the word, and before that let us have a prayer. Oh Lord, our heavenly Father, we thank you for this blessed time, Lord. When we are going through your word, Lord, bless us, Lord. Let us go into it and കൂടുതൽ പഠിക്കുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവം ഞങ്ങളുടെ ജീവിതത്തിലായിട്ട് ചെയ്യുന്ന നമ്മൾക്കായിട്ട് സ്തോത്രം. ആമേൻ. നമ്മൾക്കറിയാം, we all live in Dubai, a wonderful and beautiful city with so many beautiful skyscrapers. നമ്മളിപ്പോൾ ഷെയ്ഖ് സായിദ് റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ തന്നെ so many marvelous buildings from Trade Center till Jafsa. ഈ ഓരോ ബിൽഡിങ്ങും കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുക എന്ത് രസമായിരിക്കും ഈ ബിൽഡിങ്ങിൻ്റെ മേക്കിംഗ്. ബട്ട് ഇഫ് വി ഗോ ഡീപ്പർ we understand there's an architect who's behind it, who has this plan, who conceived a plan in his mind. ആ പ്ലാൻ അനുസരിച്ച് പുള്ളി ഒരു പടം വരയ്ക്കുകയും അത് ഡിസൈൻ ചെയ്യുകയും അതിൻ്റെ ആ ഏരിയയുടെ വാട്ടർ ടേബിൾ പഠിക്കണം, ആ ഏരിയയുടെ ലോഡ് കാൽക്കുലേഷൻസ്, ആ ബിൽഡിങ്ങിൻ്റെ ലോഡ് കാൽക്കുലേഷൻ എല്ലാം ചെയ്തിട്ട് ഹി പുട്ട് തിങ്സ് ഇൻ ടു ദ പേപ്പർ, ഹി ഡിസൈൻസ് ഇറ്റ്, എത്ര ഫ്ലോർ വരെ പോകാൻ പറ്റും, എല്ലാം ചിന്തിച്ച് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഹി കനോട്ട് മേക്ക് ഇറ്റ് എലോൺ, ഹി ക്യാൻ ഓൺലി മേക്ക് ദ പ്ലാൻ. ആൻഡ് വാട്ട് ഹി ഡസ്, ഒരു നല്ലൊരു കോൺട്രാക്ടിനെ വിളിക്കുന്നു, ഈ ബിൽഡിംഗ് പണിയാനുള്ള കോൺട്രാക്റ്റ് കൊടുക്കുന്നു. ഈ കോൺട്രാക്ടിൻ്റെ ജോലി എന്താ അവിടെ? ഈ ബിൽഡിംഗ് ആ പ്ലാൻ അനുസരിച്ച് പണിത് മുകളിലോട്ട് കൊണ്ടുപോവുക. ബട്ട് അറ്റ് ടൈംസ് വി സി ഈ കോൺട്രാക്ടർ ഷോർട്ട് കട്ട്സ് എടുക്കും. ഈ ഷോർട്ട് കട്ട്സ് എടുക്കും, അല്ലെങ്കിൽ ഇതിട്ടല്ല ഇത് വേണ്ട അത് വേണ്ട അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേനെ ദ ആർക്കിടെക്ട് ആൻഡ് ദ കൺസൾട്ടൻറ്റ് അവർ ആ പ്ലാൻ സ്റ്റോപ്പ് ചെയ്യും. അവർ പറയും വേണ്ട, ഞങ്ങളുടെ പ്ലാൻ ഇതനുസരിച്ച് പോയാൽ. അപ്പോൾ അന്നേരം തന്നെ ദിൽ ബി റീബിൽഡിങ്, ദിൽ ബി ക്രാക്കിംഗ് തിങ്സ് ഡൗൺ. വീണ്ടും പുതിയ ബിൽഡിംഗ്, വീണ്ടും ആ ഭാഗങ്ങളെല്ലാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ കാര്യങ്ങൾ വീണ്ടും പണിതുകൊണ്ടിരിക്കണം. നമ്മളുടെ ജീവിതത്തിലും ഇതുപോലൊക്കെ തന്നെയാണ്. ഗോഡ് ഈസ് ദ ആർക്കിടെക്റ്റ് ഹു ഹാസ് ഓൾറെഡി മെയ്ഡ് ദ പ്ലാൻ, ദ ഡിസൈൻ ഓൺ ഹൗ വി ഷുഡ് ലിവ്, നമ്മളെങ്ങനെ ആവണമെന്നുള്ളത്. പക്ഷേ നമ്മൾ ആ കോൺട്രാക്റ്റിനോട് പല സമയത്ത് വിത്തൗട്ട് പേഷ്യൻസ് നമ്മൾ ഷോർട്ട് കട്ട്സ് എടുക്കാൻ നോക്കും, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പണ്ട് കൊച്ചിൽ നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡർ കളിച്ചിട്ടുണ്ടല്ലോ, നമ്മളിങ്ങനെ മേളിൽ ചെന്നിട്ട് തിരിച്ച് അതിൽ തന്നെ താഴെ വരും, വീണ്ടും തുടങ്ങണം. ദാറ്റ്സ് ബിക്കോസ് ഓഫ് അവർ ആക്ഷൻസ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ആർ വി ലിസണിങ് ടു ഗോഡ്സ് പ്ലാൻ ഫോർ അസ്? നമ്മളിപ്പോൾ ബൈബിളിനകത്ത് കാണാം, ജെറമയ, ഹീ ഈസ് എ വണ്ടർഫുൾ പ്രോഫറ്റ് ഓഫ് ദ ലോർഡ്. ജെറമയനെ പറ്റി ദൈവം പറഞ്ഞ പ്ലാൻസിനെ ലെറ്റ് us just go through it. ജെറമയ chapter 1 verse number 5. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ജെറമയോട് പറയാണ്, ഐ ഹാവ് യു ഹാവ് ബീൻ നോൺ ടു മീ. അതായത് നിന്നെപ്പറ്റി നീ നിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുന്നേ, ഇയേഴ്സ് മുന്നേ, ഐ ഹാവ് സീൻ യു, ഐ ഹാവ് പ്ലാൻഡ് യു ആൻഡ് ഐ ഹാവ് കോൾഡ് യു ആസ് എ പ്രോഫിറ്റ് ഫോർ ദ നേഷൻസ്. ഇതുപോലെ തന്നെയാണ് നമ്മളെയും. നമ്മളേവരും ജനിക്കുമ്പോൾ തന്നെ അതിനൊക്കെ മുൻപേ തന്നെ ബിജോയ് എന്താവണമെന്നോ, ടൈറ്റസ് ബ്രദർ എന്താവണമെന്നോ, രാജേഷ് ബ്രദർ, നിങ്ങൾ ആരൊക്കെയാണെങ്കിലും എന്താവണമെന്ന് ഹി ഹാസ് ഓൾറെഡി ഡിസൈഡഡ് ഇറ്റ്. ഹി ഹാസ് മെയ്ഡ് ദ പ്ലാൻ ആൻഡ് ദറ്റ് പ്ലാൻ ഇസ് നോട്ട് ഫോർ യുവർ ഡിസ്ട്രക്ഷൻ. ജെറമയ 29:11 is a wonderful verse that we can go through. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവായു വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്ലാൻ നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാനല്ല. ഇറ്റ് ഈസ് ടു മേക്ക് us for the purpose that he wants us to serve. ഇന്നത്തെ നമ്മുടെ മെസ്സേജ് ടോപ്പിക് ഇസ് വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. നമ്മളിപ്പോൾ നമ്മുടെ ബൈബിളിൽ പല ഭാഗങ്ങളിൽ കൂടെ വായിക്കുമ്പോൾ വി സി ഹൗ ഗോഡ് അൺഫോൾഡ്സ് ഹിസ് പ്ലാൻസ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ. മോശയുടെ ജീവിതം എടുക്കുകയാണെങ്കിൽ, ഹി വാസ് ബോൺ ഇൻ ടു എ ലെവിയറ്റ് ഫാമിലി. ആൻഡ് ബീങ് ബോൺ ദെയർ, ഈജിപ്തിൽ അവരെല്ലാം സ്ലേവറിയും പ്രോബ്ലംസ് എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഭവിക്കുന്ന വേളയിൽ രാജാവ് ഒരു കൽപ്പന കൊണ്ടുവരുന്നു, ദറ്റ് എനി മെയിൽ ചൈൽഡ് ദറ്റ് ഇസ് ബോൺ ഹാസ് ടു ബി കിൽഡ്. എങ്ങനെ കൊല്ലണം?
നൈൽ നദിയിലിട്ട് ആ കുഞ്ഞിനെ കൊല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടുത്തെ മിഡ്വൈഫ്സിനോടെല്ലാം പറഞ്ഞു, ഏതെങ്കിലും പുതിയതായിട്ട് കുഞ്ഞുണ്ടായാൽ അവനെ എടുക്കുക, നേരെ നൈൽ നദിയിലിടുക, അവനെ കൊല്ലുക. ദാറ്റ് വാസ് ദ പ്ലാൻ ഓഫ് ഫറോവ ടു കിൽ പീപ്പിൾ. ഇവിടെ മോശയ്ക്ക് എന്ത് സംഭവിക്കുന്നു? എക്സോഡസ് ചാപ്റ്റർ ഇതിൽ നമുക്ക് കാണാം, മോശയുടെ പേരൻസ് ഒരു ചെറിയൊരു തൊട്ടിലാക്കിയിട്ട്, അതൊരു വാട്ടർ പ്രൂഫ് തൊട്ടിലാക്കിയിട്ട് വെള്ളത്തിൽ കൂടെ നൈലിൽ കൂടെ വിടുകയാണ്. ആൻഡ് വേർ ഇറ്റ് റീച്ചസ് ടു ദ ഫറോവാസ് ഡോട്ടർ. ആൻഡ് എക്സോഡസ് 2 വേഴ്സ് നമ്പർ 10 എന്ന് വായിക്കാനാണ് വെച്ചാൽ, പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോൻ്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവനെ മോശ എന്ന് പേരിട്ടു. സ്തോത്രം. മോശയ്ക്ക് വെള്ളത്തിൽ നിന്നെടുത്തവൻ, ഹി ഹാസ് ബീൻ നെയിംഡ് ബിക്കോസ് ഹി വാസ് ഡ്രോൺ ഔട്ട് ഓഫ് ദ വാട്ടർ. ദ നൈൽ റിവർ ആൻഡ് ദ ഫറോഹ ഹു ആർ ഇൻറ്റൻഡഡ് ടു മേക്ക് ഹിസ് ഡിസ്ട്രക്ഷൻ. മോശയെ കൊല്ലാൻ വേണ്ടി, ദ പ്ലാൻ വാസ് ഫോർ മോസസ് ഇസ് ഗ്രേറ്റ്, ദൈവത്തിൻ്റെ പ്ലാൻ വലുതാണ്. പക്ഷേ മോശയെ കൊല്ലാൻ വേണ്ടി ഫറോഹ തീരുമാനിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ത്രൂ ഹിസ് കമാൻഡ് ആൻഡ് ത്രൂ ദ നൈൽ റിവർ. ഇത് രണ്ടും ദൈവം മോശയ്ക്കൊരു അനുഗ്രഹമായി മാറ്റി. ഹി ടുക്ക് ദ റിവർ, ടുക്ക് ഹിം ടു ഫറോയുടെ ഡോട്ടർ. ആൻഡ് ആരാണോ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത് അവൻ്റെ കൊട്ടാരത്തിൽ തന്നെ ദൈവം മോശയെ വളർത്തി വലുതാക്കിയാണ്. ദൈവം മോശയെ വളർത്തി വലുതാക്കിയപ്പോൾ ദൈവത്തിൻ്റെ കുറേ ഫെയ്ത്ത്, ഹി ബിൽട്ട് അപ്പ് ഇൻ ഫെയ്ത്ത്. ഹിസ് ഫെയ്ത്ത് വാസ് ഇൻ ഹിം. ആൻഡ് കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോഴും മോശ നോക്കുമ്പോൾ ഹി വാസ് ഹാവിങ് ഓൾ ദ ലക്ഷറി ഇൻ ദ വേൾഡ്. ഫറോൻ്റെ മോൻ എന്ന് വെച്ചാൽ സെർവൻറ്റ്സ് അറ്റ് ഹിസ് കോൾ, all the richness of the world. He would have fought battles also, because as a king or as a prince, he cannot stay without fighting battles. So alla reedilum he would have been trained and equipped. But his heart was still heavy. Why was he heavy? He was heavy for his people. And ഇത് കൺഫേം ചെയ്യുന്നൊരു വേഴ്സാണ് ഹീബ്രു 11 വേഴ്സ് 24. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. മോശയ്ക്ക് ആ ഫെയ്ത്ത് ഉണ്ടായിരുന്നു, ദറ്റ് ഐ ഹാവ് ബീൻ കോൾഡ്. ഈ കോളിംഗ് അവൻ അറിയാം. അന്നേരം അതുകൊണ്ട് പോട്ട് ഹി ബിക്കേം റെസ്റ്റ്ലെസ്. ഞാൻ എങ്ങനെ ഇതിനെ ആക്ട് ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഫസി നമ്മൾ ചിലപ്പോൾ ഉള്ളിക്കൊണ്ട് നടക്കും. നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, ഐ മീൻ വി കനോട്ട് ക്യാരി ഇറ്റ്. സംടൈം ഇറ്റ് ബബിൾസ് ഓവർ. ചിലപ്പോൾ പാത്രത്തിനകത്ത് വെള്ളം വെച്ച് തിളപ്പം നമുക്ക് ഇറ്റ് ബബിൾസ് ഓവർ. സോ ഇറ്റ് വാസ് ബബ്ലിംഗ് ഓവർ. അന്നേരം എന്താ ചെയ്യുന്നത്? മോശ കാണുന്നു ഇസ്രായേലിലെ ആൾക്കാരെ ആ ഈജിപ്ഷ്യൻ സ്ലേവ് മാസ്റ്റർ അടിക്കുന്നു. ഹി ഗോസ് ആൻഡ് ഹി ജസ്റ്റ് ഗിവ്സ് ഒരു അടി കൊടുക്കുന്നു, അവനെ കൊല്ലുന്നു. ആ കൊന്നു കഴിഞ്ഞപ്പോൾ എന്താ മോശ എന്ത് ചെയ്യുന്നത്? ഐ ഹാവ് ബീൻ നൗ പാർട്ട് ഓഫ് ദ പ്ലാൻ. ദൈവം എന്നെക്കൊണ്ട് ചിന്തിച്ച പ്ലാൻ്റെ ഒരു ഭാഗം ഞാൻ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഐ ഹാവ് സ്റ്റാർട്ടഡ് ഡിസ്ട്രോയിങ് മൈ എനിമി. ബട്ട് ദാറ്റ് വാസ് നോട്ട് ഗോഡ്സ് പ്ലാൻ. എക്സോഡസ് 2:13 and 14 വായിക്കാം. പിറ്റേ ദിവസം അവൻ ചെന്നപ്പോൾ 2 എബ്രായ പുരുഷന്മാർ തമ്മിൽ ശണ്ടയിടുന്നത് കണ്ട് അന്യായം ചെയ്തവനോട് നിൻ്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിനവൻ, നിന്നെ ഞങ്ങൾ പ്രഭുവും ന്യായാധിപതിയും ആക്കിയവൻ ആർ? മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് മോശ പറഞ്ഞ് പേടിച്ചു. 40 വർഷക്കാലം ഒരു കൊട്ടാരത്തിൽ ജീവിക്കുന്നു. ചെയ്ത ആക്ഷൻ കൊണ്ട് മോശ ചിന്തിക്കുന്നു, ദൈവം പറഞ്ഞ പ്ലാനും പദ്ധതി പ്രകാരം ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ബട്ട് ഹിയർ ഹി ബിക്കംസ് അഫ്രേഡ്. ബിക്കോസ് ആർക്ക് വേണ്ടി അവനത് ചെയ്യുന്നു? അവൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഫോർ ദ ഹീബ്രു ജനം. അവർക്ക് വേണ്ടി അത് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദേ ആർ ഗെറ്റിംഗ് അഗൻസ്റ്റ് ഹിം. ഈ പേടി കാരണം മോശ അവിടുന്ന് പോവാണ്. ഹീ ഈസ് ഗോയിങ് ഇൻ ടു ദ ലാൻഡ് ഓഫ് ദ മിദ്യനൈറ്റ്സ്. ആൻഡ് ഫോർ 40 years ഹീ ഈസ് ദെയർ. എല്ലാ ലക്ഷറിയിലും ജീവിച്ച മനുഷ്യൻ അടുത്ത 40 വർഷക്കാലം വി സീ ഹിം ഇൻ എ പാസ്റ്റർ ലാൻഡ്. അവിടെ ചെന്ന് എന്താ ജോലി? ആടുകളെ മേയ്ക്കുക. സംസാരിക്കാൻ മനുഷ്യരില്ല, ദേഷ്യപ്പെടാൻ ആരുമില്ല. സംസാരിക്കേണ്ടതും എല്ലാം ഈ ആടുകളോട് തന്നെയാണ്. ദേഷ്യം വന്നാലും ചിലപ്പോൾ തന്നെ സംസാരിച്ച് തീർക്കേണ്ടി വരും. അപ്പോൾ ഹിയർ വി സീ ഇൻ ഈ 40 വർഷക്കാലം മോശെ ദൈവം വീണ്ടും പണിയാണ്. ഹി ബ്രോക്ക് ഹിം ഡൗൺ ആൻഡ് ഹി വാസ് ബിൽഡിങ് ഹിം അഗെയിൻ. നമ്മൾ പലവർക്കും, ഇൻക്ലൂഡിങ് മീ, അറ്റ് ടൈംസ് വി ആർ ഷോർട്ട് ടെമ്പേർഡ്. നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, കാര്യങ്ങൾ ചെയ്യും. ആ ആംഗിളിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കാം ദൈവം നമ്മളെപ്പറ്റി പ്ലാൻ ചെയ്യുന്നതിൽ നിന്ന് നമുക്കൊരു ഡീവിയേഷൻ എടുക്കേണ്ടി വരുന്നുണ്ട്. മോശയുടെ ജീവിതത്തിൽ ഡീവിയേഷൻ എടുക്കേണ്ടി വന്നപ്പോഴത്തേനെ ഈ അടുത്ത 40 വർഷം മോശയെ ദൈവം വീണ്ടും പണിയാണ്. മേ ബി ഹി വുഡ് ഹാവ് ഡൺ, മോശയെ വിളിച്ച് വേർതിരിച്ച കാര്യത്തിന് മോശയ്ക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരുന്നായിരിക്കാം. പക്ഷേ 40 വർഷക്കാലം ഇവിടെ മോശയുടെ ടീച്ചിങ് ആണ്. നീ എൻ്റെ മുൻപിൽ എങ്ങനെ നിൽക്കണം. ജെറമ്യ 18:4. Can you just go through it? കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഹല്ലേലൂയ. മോശയും ജീവിതത്തിൽ ഇങ്ങനെയായിരുന്നു. കുശവന് ഇങ്ങനെ ദൈവം മോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അത് ചീത്തയായിപ്പോയി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങി. ആ വീണ്ടും ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് അടുത്ത 40 വർഷം. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ 80 years ഇസ് പാസിങ് ബൈ
ദൈവം വിളിച്ച പ്ലാൻ ഇസ് ഡിഫറെൻറ്റ്, ബട്ട് 80 years ഇൻ ടു ദ മേക്കിംഗ് ഓഫ് മോസസ്. ആൻഡ് ഇവിടെ നമ്മൾ കാണുന്നു മോശ ആ ഒരു ഇവിടെ ആടുകളെ ഇരിക്കുമ്പോൾ ആ ബുഷിലൊരു ഫയർ കാണുന്നു. മോശ പോകുന്നു. മോശ അന്നേരം ദൈവം വിളിക്കുകയാണ്, ദറ്റ് ഐ ഹാവ് കോൾഡ് യു ഫോർ എ ഡിഫറെൻറ്റ് പേർപ്പസ്. മോശ ചോദിക്കുന്നത് ആരാണ്? മോശ എന്നോട് പറയുന്നത് ഐ ആം, ഞാനാവുന്നു എന്ന് പറഞ്ഞു. ആൻഡ് യു വിൽ ഗോ ആൻഡ് സേവ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ. ജെയിംസ് 1 വേഴ്സ് നമ്പർ 3 and 4 എന്ന് വായിച്ചേ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഗോഡ് ന്യൂ മോസസിൻ്റെ ഫെയ്ത്ത് ഉണ്ടെന്ന്. ബട്ട് വാട്ട് വാസ് ഹാപ്പനിങ്? ഹി വാണ്ടഡ് ടു മേക്കിംഗ് പെർഫെക്റ്റ് ആൻഡ് വാണ്ടിങ് നത്തിങ്. ചില ബൈബിളിനകത്ത് ലാക്ക് നത്തിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അതിലേക്ക് മോശയെ കൊണ്ടെത്തിക്കുക. ദാറ്റ് വാസ് ഗോഡ്സ് പ്ലാൻ. ഇഫ് യു സീ, മോശയെ ദൈവം എന്തിനാണ് ആ ഒരു പാലസിലേക്ക് കൊണ്ടുവന്നത്? അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്. ബിക്കോസ് മോശ ആ പാലസിൽ വന്നില്ലായിരുന്നെങ്കിൽ മോശയുടെ കസിൻ്റെ മുന്നിൽ, റംസീസ് രാജാവിൻ്റെ മുന്നിൽ മോശയ്ക്ക് ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ലായിരിക്കും. സോ ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ ഇൻ ദ മേക്കിംഗ്. ബട്ട് ദ ഡീവിയേഷൻ ഹാപ്പൻസ് വെൻ യു ഡിസൈഡ് തിങ്സ് ആൻഡ് യു ട്രൈ ടു ഡു തിങ്സ് ബൈ യുവർ സെൽഫ്. അപ്പം ഇങ്ങനത്തെ നമ്മൾ കാണുന്ന 2 കാര്യങ്ങളുണ്ട്. വൺ ഇസ് പേഷ്യൻസ്. When God has assigned us something in our life, we should be patient. The next thing is we should be calm. God does not speak to us in the chaos. God will always speak to us in the calmness. ദൈവം മോശയോട് സംസാരിച്ചപ്പോൾ 40 വർഷം കഴിഞ്ഞപ്പോൾ in the pasture land, he called him and he spoke to him. In the silence, you hear the sweet voice of your Lord, and he will show you what he is unfolding for you in your life. നമ്മൾ ശൗമ്യലിൻ്റെ പുസ്തകം, 1 ശൗമ്യലിൻ്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ വി സീ ഹൗ ദ ബിഗിനിങ് ഓഫ് സാമുവൽ ഇസ്. ഹി വാസ് ബോൺ ഇൻ ടു എ ലേവായ് ഫാമിലി ആൻഡ് സാമുവലിനെ കൊണ്ട് ഹിസ് മദർ ടേക്സ് ഹിം ടു ദ ടെമ്പിൾ ആൻഡ് ഗിവ്സ് ഹിം ദെയർ ടു ബി ആൻ ഓഫറിംഗ് ഇൻ ദ സെൻസ് ടു സെർവ് ദ ലോർഡ്. 1 Samuel 3:1 എന്ന് വായിക്കാച്ചാ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർബലമായിരുന്നു, ദുർലഭമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് എലി എന്ന പ്രോഫിറ്റ് അവിടെ സെർവ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ദ വേർഡ് ഓഫ് ദ ലോർഡ് വാസ് റെയർ ആൻഡ് ദർ വാസ് നോ വിഷൻസ്. ഈ സാഹചര്യത്തിലാണ് Samuel is there and he goes into the temple and sleeps, and God appears to him and calls him Samuel. 3 പ്രാവശ്യം സാമുവൽ എഴുന്നേൽക്കുന്നു. എലിയുടെ അടുത്ത് പോകുന്നു. അപ്പോൾ എലി പറഞ്ഞു, ഡോണ്ട് കം ടു മീ, ഗോ ആസ്ക് ഹൂ, ടെൽ ദറ്റ് ഹിയർ ഐ ആം മാസ്റ്റർ. അപ്പോൾ അത് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ റിവീൽ ചെയ്യാണ്. അപ്പോൾ യു ഗെറ്റ് ടു നോ വാട്ട്സ് ഗോഡ്സ് പ്ലാൻ ഫോർ യു ഇസ് നോട്ട് ഇൻ ദ കെയോസ്, വെൻ യു ആർ അറ്റ് ഹിസ് ഹോം or when you are close to him, and in the calmness. That is the quality you should build in you. When God has to reveal his plan, you have to be patient, you have to be calm to build yourself for being his vessel. നമ്മളിപ്പം വീണ്ടും നോക്കുമ്പോൾ we see the life of David. David was the 8th son of Jesse. സൗലിനെ ദൈവം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് what happens is സാമുവലിനോട് പറയാണ്, you go and anoint a new king. അപ്പോൾ സാമുവൽ ഇറങ്ങിത്തിരിക്കുന്ന അനോയിൻറ്റിങ്ങിന് വേണ്ടി ഓയിലൊക്കെ ആയിട്ട് പോകുമ്പോൾ, ജെസ്സിയുടെ വീട്ടിൽ പോകുമ്പോൾ സാമുവലിൻ്റെ മുന്നിൽ ഓരോ മക്കളും വരികയാണ്. സാമുവൽ ആദ്യം മനസ്സിൽ ചെയ്യുന്നത് ഇവനാ ബട്ട് ഹീസ് നോട്ട് ദ വൺ. അന്നേരം വാട്ട് ഹാപ്പൻസ് ഇസ് സാമുവൽ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഇവരല്ലാതെ ഇനിയും നിൻ്റെ പക്കൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പറഞ്ഞാൽ യെസ്, എൻ്റെ ഒരു മോനുണ്ട്, അവനോട് ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുക. ഹീ ഈസ് നോട്ട് ഓൾഡ് ഇനഫ്, നോ ക്വാളിറ്റി ടു ബി എ ലീഡർ, ഹീ ഈസ് ഓൺലി ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് ദ ഷീപ്പ്. അതായത് മക്കളെല്ലാം മെച്ചുവർഡ്, ഈസ് നോട്ട് മെച്ചുവർഡ് ടു സെർവ് ദ മിലിറ്ററി ഓർ എനിത്തിങ്. അപ്പം അവിടെ വിടുന്നു. സാമുവൽ പോകുന്നു, മോനെ വിളിച്ചുകൊണ്ട് വരുന്നു. സാമുവൽ അവിടെ വീട്ടിൽ വെച്ച് ഹി അനോയിൻറ്റ്സ് ഹിം. ആഫ്റ്റർ ദി അനോയിൻറ്റിങ് നമ്മൾ കാണാൻ പറ്റുന്ന കാര്യം, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് വിത്ത് ഹിം. ആൻഡ് ആഫ്റ്റർ ദിസ് അനോയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് ഡേവിഡ് ഇവിടെ പറയുന്നില്ല ഞാൻ ഇനി രാജാവായി എന്ന് പറഞ്ഞ് നടക്കുന്നില്ല. ഹി ഗോസ് ബാക്ക് ടു ദ സെയിം ജോബ് ഹി വാസ് ഡൂയിങ്. ഡേവിഡ് എന്താ, ഇഫ് യു റീഡ് ദാറ്റ് പോർഷൻ യു സീ ഹി വെൻറ്റ് ബാക്ക് ടു ടേക്ക് കെയർ ഓഫ് ദ ഷീപ്സ്. എന്നിട്ട് സോളിന്, വെൻ ദ ഈവിൾ സ്പിരിറ്റ് എൻ്റർ സോൾ ഹാസ് എ പ്രോബ്ലം വിത്ത് ദ ഈവിൾ സ്പിരിറ്റ് ബിക്കോസ് ഗോഡ് സ്പിരിറ്റ് ഹാഡ് ലെഫ്റ്റ് ഹിം. ആ സമയത്ത് ഈ പുള്ളിയുടെ സെർവൻസ്, നമ്മുടെ ഷൗലിൻ്റെ സെർവൻസ് പുള്ളിയോട് പറയുന്നുണ്ട്. 1 Samuel 16, 18 and 19 ഒന്ന് വായിക്കാം.
ബാല്യക്കാരിൽ ഒരുത്തൻ ബെത്ലഹേമിനായ ഇശ്ശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോവണനുമാകുന്നു. യഹോവയും അവനോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആഫ്റ്റർ ദി അനോയിൻറ്റിങ് നമ്മൾ കാണുന്നു ഡേവിഡ് വെൻ ബാക്ക് ടു ടെൻഡ് ദ ഷീപ്സ്, ടു ടേക്ക് കെയർ ഓഫ് ദ ഷീപ്സ്. പക്ഷേ ഇവിടെ ഷൗലിൻ്റെ സെർവൻറ്റ് ഡേവിഡിനെ പറ്റി പറയുന്നത് that he is a mighty, brave man and a mighty warrior. So this is what, when you are with God, others will speak this about you, like this about you. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം നമ്മൾ ഈ പോകുന്ന കഷ്ടതയിലും പ്രയാസങ്ങളിലും we are nothing. Maybe if you were not close to God and maybe someone else was, they would have broken off. പക്ഷേ നിങ്ങളവിടെ ആയിരിക്കുമ്പോഴാണ് you can go through it because God should be, and God is with you. ദൈവം നമ്മളോട് ഉള്ളപ്പോൾ നമുക്ക് അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ it's a small thing, but others will be talking great things about you, that yes, he is a brave man, he is a warrior, and the Lord is with him. ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. 15-16 വയസ്സിൻ്റെ ഇടയ്ക്കാണ് ഡേവിഡിൻ്റെ ബ്രദേഴ്സിനെ കാണാൻ ഏകദേശം, ഹീ ഈസ് നോട്ട് എ മിലിറ്ററി ഗായ് ഓഫ് എ മിലിറ്ററി ഏജ്. ഡേവിഡിൻ്റെ ബ്രദേഴ്സിനെ കാണാൻ വിൽഡർനെസ്സിലേക്ക് പോകുന്നത്. അവിടെ വലിയൊരു യോദ്ധാവ്, ഗോലിയാത്ത് പറഞ്ഞ വലിയ യോദ്ധാവ്, 3 meters high, a giant, 40 days he is talking against the children of Israel. ആർക്കും മുൻപോട്ട് പോകാൻ ധൈര്യമില്ല, വാറിനും പോകാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ ഷൗല് പോലും അവിടെ മാറി നിൽക്കുകയാണ്. ആൻഡ് ദേ ആർ ജസ്റ്റ് ഹാഡ് എ ഫോർമേഷൻ. ഒരു ആർമി, ഫിലിസ്റ്റീൻ്റെ ആർമി അങ്ങേപ്പുറത്ത്, ഇവർ ആർമി അറ്റ് ദ വാലി ഓഫ് ഇല്ല. ദേ ജസ്റ്റ് ഹാഡ് എ ഫോർമേഷൻ. ഉണ്ട് അവിടെ എല്ലാം അവിടെ നിൽക്കുകയാണ്. ഈ വാർ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ദേ ആർ എഫ്രൈഡ്. ഒരു 3 meter നീളമുള്ള ഒരാളും സാധാരണ ഹൈറ്റുള്ളൊരു മനുഷ്യന് മുന്നിൽ വന്നാൽ അടിച്ചിട്ടാൽ തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ ദിവസവും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ they do not know what to do. 40 days കഴിയുമ്പോൾ ഡേവിഡ് അവിടെ പോവാണ്. His father calls him, മോനെ നിൻ്റെ ബ്രദേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ബ്രെഡും കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വാ, കുറച്ച് റേഷൻസ് അവർ കൊടുത്തിട്ട് വാ. അപ്പോൾ ഡേവിഡ് ഇവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. സോ വി സീ ദർ ഇസ് എ പ്ലാൻ ഫോർ ഗോഡ് ഇൻ എവറിത്തിങ്. ഡേവിഡ് അവിടെ ചെല്ലുമ്പോൾ 1 Samuel 17:26 ഇത്രയും പേര് പറയാത്തൊരു കാര്യം ഡേവിഡ് അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദാവീദ് തൻ്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രയേലിൽ നിന്ന് നിന്നയെ കളയുന്നവൻ എന്ത് കൊടുക്കും? ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ ആരെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. Saul, ഒരു രാജാവ്, who has been already anointed by God. All these Israeli armies who have won so many wars, അവർക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് ഡേവിഡ് അവിടെ എന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ഷൗൽ ദാവീദിനെ വിളിക്കുന്നുണ്ട് അകത്തോട്ട്. അപ്പോൾ ഇവിടെയും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആക്സസിബിലിറ്റി. വൈ വാസ് ഡേവിഡ് ഏബിൾ ടു ആക്സസ് ടു സോൾസ് ഏരിയ? ബിക്കോസ് ദൈവം ഒരു ഓർക്കസ്ട്രേറ്റഡ് പ്ലാൻ ഉണ്ടായിരുന്നു. ഷൗലിൻ്റെ ദേഹത്ത് ആ ഒരു ഡീമൺ കയറുമ്പോഴത്തേന് ദൈവം നേരത്തെ ഡേവിഡിനെ അവിടെ അയച്ചു. സോ ഡേവിഡ് നോസ് സോൾ ആൻഡ് സോൾ നോസ് ഡേവിഡ്. ദാറ്റ്സ് വൈ ഹി വാസ് ഏബിൾ ടു എൻറ്റർ ദ റൂം ആൻഡ് ടോക്ക് ടു ദ കിങ്. ഇവിടെ ഡേവിഡിനെ പറ്റി ഡേവിഡ് തന്നെ രാജാവിനോട് പറയുന്ന ഒരു ബയോഡാറ്റ ഉണ്ട്. 1 Samuel 17:34 and 35 എന്ന് വായിക്കാച്ചാ. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹം ഒരിക്കലൊരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്നതിനെ അടിച്ചു, അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഹല്ലേലൂയ. ഇവിടെ ദാവീദിൻ്റെ ബയോഡേറ്റ പറയാണ്. ഇങ്ങാത്തൊന്നും ഞാൻ ഒരു വ്യക്തിയും കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഞാനൊരു യുദ്ധം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഹീ ഈസ് ജസ്റ്റ് ടെല്ലിങ് ഹൗ ഗോഡ് ഫോംഡ് ഹിം. അച്ഛൻ്റെ ഷീപ്സിനെ മേയ്ക്കുന്ന സമയത്ത് ഒരു ലയൺ വന്നപ്പോഴോ ഒരു കരടി വന്നപ്പോഴോ എനിക്കങ്ങനെ അതിനെ കൊല്ലാൻ പറ്റി. ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ദ ലോർഡ് ഐ വാസ് ഏബിൾ ടു ഡു ഇറ്റ്. അങ്ങനെ ഹീ ഈസ് ഗോയിങ് ഔട്ട് ടു ഫേസ് ഗോലിയാത്ത്. ആൻഡ് വെൻ ഹീ ഈസ് ഗോയിങ് ഔട്ട് ടു ഫേസ് ഗോലിയാത്ത്, he is talking every word from his mouth. He is talking about how the Lord will bless him and how the Lord will give him victory. 1 Samuel 17:45. ദാവീദ് ഫിലിസ്തീനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വെയിലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രയേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ച് കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രയേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ഹല്ലേലൂയ. ഇവിടെ ഡേവിഡ് നോസ് വാട്ട് ഹി ഹാസ് കോൾഡ് ഫോർ. ഹി ഈസ് പേഷ്യൻറ്റ്, ഹി ഈസ് കാം, ഹി ഈസ് കമ്പോസ്ഡ്.
And he is waging war not alone, not saying that it is I who will do it. He is telling God will do it. God is in control and he will win the battle for me. 1 Samuel 17:47 വായിക്കണ്ട, ലാസ്റ്റ് പാർട്ടിലുണ്ട്. For the battle is the Lord's and he will give you into our hands. So യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. He will fight the battle for you. The only thing you have to do is, with your faith in him, stand still, worshipping him, believing him. So you should have the quality of patience. You should have the quality of calmness in you. ഡേവിഡിൻ്റെ അനോയിൻറ്റിങ് അറിയാം അല്ലേ? ഡേവിഡ് knew what he was anointed for. He was anointed to become the king. But ഡേവിഡ് രാജാവായപ്പോഴാണ് 30-ാമത്തെ വയസ്സിലാണ് ദാവീദിന് രാജാവാൻ പറ്റിയത്. ഈ വാറെല്ലാം ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ വാർ എന്തോ ശൗലിൻ്റെ അടുത്തുനിന്ന് ഓടിപ്പോവാന്നുള്ളതാണ്. കുറേ പ്രാവശ്യം ശൗലിനെ ദൈവത്തിന് മുൻപാകെ കൊണ്ട് ശൗലിനെ ദാവീദിന് മുൻപാകെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ദാവീദിൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, ദൈവം നിൻ്റെ കൈകളിലേക്ക് ശൗലിനെ കൊണ്ട് തന്നിരിക്കുക. യുവർ എനിമി ഈസ് ഇൻ യുവർ ഹാൻഡ്, ഡിസ്ട്രോയ് ഹിം. ബട്ട് ഡേവിഡ് അവിടെ പറയുന്നുണ്ട് കാര്യമുണ്ട്. ഡേവിഡ് സെയ്സ്, ഐ ഷൽ നോട്ട് ലേ മൈ ഹാൻഡ് ഓൺ ദ ലോർഡ്സ് അനോയിൻറ്റഡ്. ദാറ്റ് ഈസ് ദ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ലോർഡ്. ദാറ്റ് ഈസ് ഹൗ. അന്ന് കൊന്നാൽ പിന്നെ അടുത്ത ദിവസം ഡേവിഡ് ഈസ് എ കിങ്. ബിക്കോസ് എവറി വൺ നോസ് ഡേവിഡിനെ അനോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡേവിഡ് എന്താ പറയുന്നത്? നോ, ഐ വിൽ നോട്ട് ലേ മൈ ഹാൻഡ്സ്. അറ്റ് ദ ലോർഡ്സ് ടൈം let it come to pass in my life. James 4 verse number 10. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. Hallelujah. God knows your right time. എല്ലാവരും ഒരു ഡിഫിക്കൽട്ടി അല്ല അതർ ഡിഫിക്കൽട്ടി കൂടെ നമ്മൾ പോകുന്നുണ്ടായിരിക്കാം. നമ്മളെപ്പോൾ ഹംബിൾ ആവുന്നു, there our growth and our making restarts with the Lord. Here you can see ഡേവിഡ് ചെയ്ത എന്താ? He humbled himself. He did not say I will kill him and നാളെ ഞാൻ രാജാവുമെന്ന്. He told, I will not lay my അഭിഷക്തൻ്റെ മേൽ ഞാൻ എൻ്റെ കൈകൾ വെക്കില്ല എന്നാണ് പറഞ്ഞത്. So David knew that man has already been anointed to be a king by God and I will not lay my hands on him. Acts 13:22 കൂടെ ഒന്ന് വായിക്കാച്ചാ. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹൃദയം എല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. സോ ഇവിടെ ദൈവം തന്നെ അറ്റസ്റ്റ് ചെയ്യുന്നൊരു ക്വാളിറ്റി ഉണ്ട്, ഹിസ് ഒബീഡിയൻസ് ആൻഡ് ഹിസ് സബ്മിഷൻ. സോ ദിസ് ഇസ് സം ക്യാരക്ടേഴ്സ് ദാറ്റ് ഈച്ച് വൺ ഓഫ് us have to build in ourselves so that we can know his plan to be revealed on us and wait upon his time. നമ്മൾ ന്യൂ ടെസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെല്ലാം വായിച്ച പോർഷനാണ് ജോൺ ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 1 to 9. പക്ഷേ വി ഹാവ് ടൈം, അച്ഛൻ ഒന്നുകൂടെ വായിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെത്സദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ഹല്ലേലൂയ. ഈ ഗോസ്പലിൽ നമ്മൾ വായിച്ച് വി ആർ ഓൾ ഫെമിലിയർ വിത്ത് ദിസ് പോർഷൻ ഓഫ് ദ ബൈബിൾ. 38 വർഷക്കാലം എ മാൻ ഈസ് ലൈങ് ദർ ഇൻവാലിഡ്. ഒന്ന് ആലോചിച്ച് നോക്കേ, എന്തുമാത്രം കാലം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി 38 ഇയേഴ്സ് വെച്ചൊരു ആയുസിൻ്റെ നല്ലൊരു ഭാഗം പോയി കഴിഞ്ഞു. വിൽ വി ബി ആസ് പേഷ്യൻ്റ് ആസ് ഹിം? പക്ഷേ ഓരോ ദിവസവും ഒന്ന് പുള്ളിയുടെ ബേസിക് നീഡ്സിന് പോകണമെങ്കിൽ പോലും മേ ബി വിൽ ബി തിങ്കിങ്, ഇപ്പം ഏഞ്ചൽ വന്നിത് വെള്ളം കലക്കിയാൽ എൻ്റെ മിറക്കിൾ പോയി, പിന്നെയും ഞാൻ കാലങ്ങളിലൂടെ കിടക്കേണ്ടവല്ലോ. എന്നിട്ട് പോലും ഹി വെയിറ്റഡ് പേഷ്യൻ്റ്ലി ഫോർ 38 ഇയേഴ്സ് അവിടെ കിടന്നു. Do we have that quality of waiting? He was patient, he was calm, and to an extent he was humble also. അവിടെ ദൈവം ചോദിക്കുന്നുണ്ട്, ഡു യു വോണ്ട് ടു ഗെറ്റ് വെൽ? അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ 38 വർഷം വെയിറ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ ഞാനെന്തിനാ വെറുതെ ഇവിടെ കിടക്കാൻ വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കും. ഹൗ ഹി റിപ്ലൈഡ്? ഹി ടോൾഡ്, സർ, ഐ വോണ്ട് ടു ഗെറ്റ് വെൽ, ബട്ട് നോ വൺ ഇസ്. എന്നെക്കൊണ്ട് ഈ വെള്ളത്തിലേക്ക്, ഈ ഏഞ്ചൽസ് വന്ന് ഈ വെള്ളം കലക്കുമ്പോൾ ഇതിലേക്ക് എന്നെ ഒന്ന് ഇറക്കാൻ ആരുമില്ല. ഹീ
expressed his concern to God. He never showed his frustration. പക്ഷെ നമ്മളേവരും നമ്മൾ ചെയ്യുന്നത്, ഇപ്പം എനിക്ക് തന്നെ ചില സമയത്ത് ഒരു കാര്യം നടന്നില്ലെങ്കിൽ ഐ മൈറ്റ് ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. നമ്മളെല്ലാവരും അങ്ങനെ, വി ആർ ഓൾ ലൈക്ക് ദാറ്റ്. ബട്ട് വെൻ ക്യാൻ വി ചേഞ്ച് ഫ്രം ദാറ്റ് ക്വാളിറ്റി? സ്ലോലി ഐ ആം ഓൾസോ ലേണിംഗ് ടു ചേഞ്ച്. നമ്മൾ എപ്പോഴാണ് വി ചേഞ്ച് ഫ്രം ദാറ്റ് ക്വാളിറ്റി ഓഫ് ഗെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ് ആൻഡ് go into a better thing like being patient, being calm, being humble. ഈ മനുഷ്യന് ഈ എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മോശ കാണിച്ച കുറച്ച് ക്വാളിറ്റീസ്, ഡേവിഡ് കൂടെ നമ്മൾ വായിച്ച കുറച്ച് ക്വാളിറ്റീസ്, ഇതെല്ലാം ഹാസ് ബീൻ ഡിസ്പ്ലേഡ് ഇൻ ദിസ് മാൻസ് ലൈഫ്. ഈ മനുഷ്യനെ പറ്റി ഇഫ് യു തിങ്ക്, ഇയാൾ ഈ 38 വർഷക്കാലം ഇവിടെ കിടന്നു, ദൈവം വരുന്നതിന് മുന്നേ ഇവന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയായിരുന്നെങ്കിൽ വാട്ട് വുഡ് ഹാപ്പൻ ടു ഹിസ് ലൈഫ്? എന്ത് പറ്റുമായിരുന്നു? ഹി വുഡ് ഹാവ് ബീൻ ഹീൽഡ്, അല്ലേ? പക്ഷെ 38 വർഷക്കാലം ഹി വെയിറ്റഡ് ഫോർ ദ ലോർഡ് ജീസസ് ടു കം ഡ്യൂറിങ് ഹിസ് പീരീഡ് ഓഫ് മിനിസ്ട്രി ആൻഡ് കം ആൻഡ് ഹീൽ ഹിം. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ, നമ്മൾ കാണുന്നത് എങ്ങനെ, മനുഷ്യൻ്റെ ആ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. 38 വർഷക്കാലം അവൻ കിടന്ന് ഹീൽ ചെയ്യാനാണ്, ദൈവം വന്നവനെ ഹീൽ ചെയ്തു. ബട്ട് ഗോഡ്സ് പ്ലാൻ ഇസ് നോട്ട് ദാറ്റ്. ഗോഡ്സ് പ്ലാൻ വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫോർ ദിസ് മാൻ. God's plan is revealed further as we go and read down. John chapter 5 verse number 14 എന്ന് വായിക്കാം. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. Hallelujah. God's plan was not only his healing. His wait for 38 years was for him to be washed from all his sins. ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, അന്ന് വരെയുള്ള അവൻ്റെ സിൻസ് ഹാസ് ബീൻ forgiven. Salvation has come to him. And God goes and Jesus goes and tells him, sin no more. Because if you sin more, something worse will happen to you. So അന്ന് വരെയുള്ള നിൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. You have become my son if you can live according to my word and my laws. That is what Jesus is looking in him. ദൈവത്തിൻ്റെ പ്ലാൻ അതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ദൈവത്തിൻ്റെ പ്ലാൻ അതാണ്. To be called his son, to be called into his sonship. But are we ready for it? Are we waiting on the Lord? ഇവിടെ you see, അവൻ്റെ ഹീലിംഗ് മാത്രം നടന്നിട്ടുണ്ടെങ്കിൽ it is only God's mercy. But without just not his healing, he has been saved. So ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ he has got a shift from mercy into grace. What is grace? Grace is when your sins are forgiven and when God calls you and holds you close to him. When you are in him and he is in you. That's what has happened to this man. നമ്മളിപ്പം എക്സോഡസിൻ്റെ പുസ്തകം ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇസ്രായേൽ മക്കൾ അവിടുത്തെ സഫറിങ് എല്ലാം ദൈവം കാണുന്നുണ്ട്. 430 വർഷം ദേ സഫേർഡ്. ഗോഡ് ടോൾഡ്, ഓക്കെ 430 years ഐ ഹവ് ഹേർഡ് യുവർ ക്രൈ. മോശയോട് പറയുന്നുണ്ടാ, ഞാൻ ഇവരുടെ കരച്ചിൽ കേട്ടു, ഞാൻ ഇവരെ വിടുവിക്കാൻ പോകുന്നു. ഈജിപ്തിൽ നിന്ന് അവരെ വിടുവിക്കാൻ തരത്തില്ല. നമ്മൾ വെൻ ഐ വാസ് ടോക്കിംഗ് ദ ലാസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞല്ലോ, ഈജിപ്തിലെ ഫസ്റ്റ് ബോൺസ്, ലാസ്റ്റ് മിറക്കിൾ വാസ് വാട്ട് ഗോഡ് ഡിഡ് വാസ് ഫസ്റ്റ് ബോൺസ് ചിൽഡ്രനെ എല്ലാവരും ഈജിപ്തിലെ കൊല്ലുവാണ്. അത് കഴിഞ്ഞിട്ട് ദേ ആർ ഗോയിങ് ഔട്ട് വിത്ത് ഓൾ ദ വെൽത്ത് ആൻഡ് ദ ലൂട്ട് ഓഫ് ഈജിപ്റ്റ്. അവരാ ലൂട്ട് വെൽത്ത് എല്ലാം കൊണ്ട് ദേ ആർ റിച്ച്. ആൻഡ് ഇവർ നോക്കുമ്പോൾ ഈജിപ്തിൽ നിന്ന് കനാൻ പ്രദേശം വരെ പോകാൻ വലിയ ദൂരമൊന്നുമില്ല. a few hundred kilometers. It might take a year maximum, even if you are walking 15-20 kilometers per hour per day. It will not take a long time. അവരിപ്പോൾ സന്തോഷം ഇറങ്ങിത്തിരിക്കുകയാണ്. That was their plan. But God's plan was a little different from their plan. Exodus 13, 17 and 18 ഒന്ന് വായിക്കാം. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫിലിസ്തീനയുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തത് എന്നു വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. സോ ഈ ഫ്യൂ ഡേയ്സ് എടുക്കേണ്ട കാര്യം ദൈവത്തിൻ്റെ മനസ്സിൽ ഫ്യൂ ഇയേഴ്സ് ആയിരുന്നു. ജസ്റ്റ് എ ഫ്യൂ ഇയേഴ്സ് സോ ദാറ്റ് ഹി പ്രിപ്പയർസ് ദം ടു ബി റെഡി to face the Philistines and go to war, because God knew every war they will face, I'll give them victory, but he wanted to prepare them. ഈ പ്രിപ്പറേഷൻ ടൈം ഇവരുടെ സ്വഭാവത്തിൻ്റെ നന്മ കൊണ്ട് തന്നെ വീണ്ടും കൂടുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് a few years, it took 40 years to reach the promised land. And did everyone reach the promised land? Even Moses did not reach. Only two reached, Joshua and Caleb. The spies who went and told good news. ബാക്കി തിരിച്ചു വന്നവരെല്ലാം എന്താ അതിനെപ്പറ്റി മോശമായ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ എല്ലാവരും ഇവിടെ കൊണ്ട് എത്തിക്കാനായിരുന്നു. ഇവിടുന്ന് ഇറങ്ങി എല്ലാവരും ഞാൻ
ചിന്തിക്കുന്ന ദേശത്ത്, ഞാൻ അനുഗ്രഹം കൊടുക്കാൻ പോകുന്ന ദേശത്ത് എത്തണമെന്നാണ്. ബട്ട് അവരുടെ ആക്ഷൻ കാരണം ദേ ഓൾ ഡൈഡ് ആൻഡ് ഫെൽ ഇൻ ദാറ്റ് പ്ലേസ് ഇൻ ദ ഡെസേർട്ട്. ബട്ട് 2 people who listened, who had the patience, who had the calmness, who humbled themselves and who were obedient to say that the Lord will deliver that land into our hands, saw that land. From a few days, God's plan was a few years, but man's action took it to 40 years. 40 years to see the promised land, and not everyone could see it. Ephesians 1, 4 and 5 ഒന്ന് വായിക്കാച്ചാ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ വായിക്കുന്നു, ഹാവിങ് predestined us into the adoption of children by Jesus Christ to himself according to the good pleasure of his will. For his will and his pleasure is to make us his children, make us grow in his presence, see us in heaven with him, enjoy a happy life praising him, glorifying him. The plan is already set, but the path sometimes we see takes a longer time because of the deviations that we as humans create in between. God's intention is simple and good for each of us, to have salvation coming upon us and to see the goodness of the Lord in this land of the living. നമ്മളേവരും ആദ്യം വായിച്ചൊരു പോർഷനുണ്ട് ജെർമയെ പറ്റി. ബിഫോർ ഐ ഫോംഡ് യു ഇൻ ദ വൂം ഐ ന്യൂ യു, ബിഫോർ യു വർ ബോൺ ഐ kept you apart. Now this verse that we read here now is a verse for us, where God says in Ephesians 1, 4 and 5 ഒന്നുകൂടെ now, according as he hath chosen us in him before the foundations of the world, that we should be holy and without blame before him in love. 5 ഉടനെട്ടേ, having predestined us into the adoption of children by Jesus Christ to himself according to the good pleasure of his will. ഇതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. This is why we have to wait upon him. We have to wait upon him for his time and his plan to be revealed upon us. Just like that pot in the pot, not that pot, that clay in the potter's hand. അതുപോലെ നമ്മളെ he is forming us. പക്ഷേ എവിടേക്കോ നമ്മൾ തെറ്റിപ്പോകുന്നു, എവിടേക്കോ നമ്മൾ നമ്മുടെ രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാൻ നോക്കുന്നു. When we feel that we are in control, നമ്മൾ ആ കൺട്രോൾ എടുക്കാൻ പോകുമ്പോൾ what God does is he tries to reshape us again. He will break it back. That process might be painful in our life, but remember one thing, he is making it again. He is building us up again so that we can live a happy life with him. Hallelujah. നമ്മൾ ഇന്നിപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പം 3 മണിയായി. ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് ദുബായ് വരെ പോകണമെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഷാർജയും ദുബായ് അങ്ങോട്ട് ഇപ്പോൾ ഞായറാഴ്ചയാണ്, ട്രാഫിക് ഒന്നും കാണില്ല, 1 മണിക്കൂർ മതി. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചൊരു വഴിയുണ്ട്. ആസ് എ ഹ്യൂമൻ എനിക്ക് കാണാൻ പറ്റുന്നതെല്ലാം നേരെയാണ്, അല്ലേ? ഐ സീ ഇൻ 360 degrees, ബട്ട് ഐ ക്യാൻ സീ ഹിയർ, ഐ ക്യാൻ സീ ജസ്റ്റ് ബിലോ. പക്ഷേ എൻ്റെ മനസ്സിൽ 1 മണിക്കൂർ കൊണ്ട് എനിക്ക് ദുബായിൽ അൽനൂർ ബർഷയിൽ ചിലപ്പോൾ എത്താൻ പറ്റുമായിരിക്കും. ബട്ട് ബെസ്റ്റ് റൂട്ട് അറിയണമെങ്കിൽ നമ്മളെല്ലാം ഗൂഗിൾ മാപ്പ് ഇടും, അല്ലേ? ദാറ്റ് ഷോസ് എസ് എ റോഡ് വിത്തൗട്ട് ട്രാഫിക്, ദ ബെസ്റ്റ് റൂട്ട് ടു ടേക്ക് അസ്. ഗോഡ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. നമ്മൾ ചിന്തിക്കും ഇന്ന റൂട്ടിൽ എനിക്കറിയാവുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള റൂട്ടിൽ കൂടെ പോയാൽ 1 മണിക്കൂറുണ്ട്, പക്ഷേ അവിടെ ചിലപ്പോൾ ട്രാഫിക് കാണും, അവിടെ റോഡ് ബ്ലോക്ക് ആണ്, ഒരു ആക്സിഡൻറ്റ് കാണും. പക്ഷേ ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ ഇറ്റ് ഷോസ് ദ പ്രോപ്പർ തിങ് ഫ്രം അപ്പ്. മൈ വ്യൂ ഇസ് സ്ട്രേറ്റ്, ബട്ട് ഗോഡ്സ് വ്യൂ ഇസ് ഫ്രം അബവ്. He knows everything from my start till the point where I will finish, till the day I shall live and till the day I shall be called by him. He knows, and he prepares the perfect way for us to go. Hallelujah. നമുക്കിനി ചെറിയൊരു പാട്ടുകൂടെ പാടാം. In God's name. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ.
കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. Hallelujah. So let us be built again by him. ആ പോട്ടൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ let us be built again. And let us learn in this life. Let's go back to the Bible. Let us read the verse. Let's attend church. Let's learn more about him. And let's build the quality of patience, calmness, humbleness, and obedience so that we can wait upon the Lord to build us up at his time. Amen. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല വചനത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കേൾക്കുക മാത്രമല്ല, ഇത് ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാനും to live according to it, Lord. Bless us, Lord. Everything in the name of the Father, the Son, and the Holy Spirit, I pray. Amen, amen, and amen. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. നമുക്ക് ആ പാട്ട് ഒരിക്കൽ കൂടി പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് യഥാർത്ഥമായിട്ട് ദൈവത്തിന് നമ്മളുടെ ഹൃദയങ്ങളെ നമ്മൾ തുറന്നു കൊടുക്കുന്നുവെങ്കിൽ, ദൈവം തൻ്റെ വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും നമ്മൾ ഇന്ന് ജീവിതത്തിൽ ഏത് സ്ഥലത്ത് എത്തി നിൽക്കുന്നുവോ. ചിലപ്പോൾ അത് നല്ലതായിട്ട് തോന്നാം, ചിലപ്പോൾ അത് മോശമായിട്ട് തോന്നാം. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തിന് നമ്മളെ കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. There is a plan that God has for your life, irrespective of where you are today. നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ എത്തി നിൽക്കുന്ന ആ സ്ഥലം ചിലപ്പോൾ മനോഹരമായിട്ട് തോന്നാം, നല്ലതായിട്ട് തോന്നാം, ചിലപ്പോൾ അത് മോശമായിട്ടും തോന്നാം. ദൈവപൈതലേ, നീ ഒരു മോശമായിട്ടുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് നിന്റെ പ്രവൃത്തിയുടെ ഫലമായിരിക്കാം. It might be the result of what you have done, but even then God is gracious. അപ്പോഴും ദൈവം ദയാലുവാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം തന്റെ കൃപ നിനക്ക് കാണിച്ചു തരുന്നവനാണ്. Even there God is able to work for you. അവിടെയും ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ, ദൈവം തന്റെ കൃപ നിനക്കായിട്ട് വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവമാണ്. God is still able to do something good with your life. എപ്പോഴും നിന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് നല്ലത് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് വിശ്വസിക്കുക, നിന്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുക, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം ചില സ്ഥലങ്ങളിൽ ഞാൻ വീണുപോയി, ഉടഞ്ഞുപോയി കർത്താവേ. എന്നാലും ദൈവമേ, say it with me today, എന്നോട് കൂടെ പറയുക, എന്നാലും ദൈവമേ, അങ്ങേക്ക് എൻ്റെ ജീവിതം കൊണ്ട് നല്ലത് വരുത്തുവാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവെ ഒരു നല്ല ഒരു അവസാനത്തെ വരുത്തുവാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ആ സമർപ്പണത്തോടെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ God will take that which you give to him. നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത് എടുത്ത് ദൈവം നിങ്ങളുടെ ജീവിതം മനോഹരമാക്കി തീർക്കും. It doesn't matter how it looks today, but the Bible says God is able to bring you to a good finish in your life. ഹല്ലേലൂയ. ഫിലിപ്പിയർ 1:6 പറയുന്നത്, 4 വാക്യം മലയാളത്തിൽ, നിങ്ങളിൽ നല്ലൊരു പ്രവൃത്തിയെ തുടങ്ങിയ ദൈവം
ക്രിസ്തുയേശുവിൻ്റെ നാളോളം, അതിൻ്റെ അവസാനത്തോളം ദൈവം തന്നെ കൊണ്ടുവന്നുള്ളൂ. ഹല്ലേലൂയ. God who began a good work in you will bring it to completion until the day of our Lord Jesus Christ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പ്രവൃത്തി തുടങ്ങിയ ദൈവം അതിൻ്റെ അവസാനത്തോളം, ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ എത്തിച്ചുകൊള്ളും. ഒരു കാര്യം മാത്രം ചെയ്യുക, വീണ്ടും വീണ്ടും കർത്താവിലേക്ക് ഓടി വരിക, വീണ്ടും വീണ്ടും കർത്താവിലേക്ക് ഓടി അവനോട് പറ്റിച്ചേരുക, അവനെ മുറുകെ പിടിക്കുക. എൻ്റെ കർത്താവേ, അങ്ങൊരു നല്ല പ്രവൃത്തിയെ തുടങ്ങി, എന്നാൽ വഴിക്ക് വെച്ച് കർത്താവേ, എൻ്റെ കാരണത്താൽ ചിലയിടത്ത് ചില കുഴപ്പങ്ങൾ വന്നു, എന്നാൽ ഇന്ന് ദൈവമേ അങ്ങിലേക്ക് ഞാൻ തിരികെ വരികയാണ്. ഐ എം റണ്ണിങ് ബാക്ക് ടു യു ലോർഡ് ടുഡേ. ഇന്ന് ഞാൻ അങ്ങിലേക്ക് തിരികെ ഓടുകയാണ് കർത്താവേ. കാരണം എനിക്ക് സുരക്ഷിതമായ വേറൊരിടമില്ല, അങ്ങ് മാത്രമാണ് എൻ്റെ സുരക്ഷ. എനിക്ക് അനുഗ്രഹമായ വേറൊരിടമില്ല, അങ്ങ് മാത്രം എൻ്റെ അനുഗ്രഹം. എനിക്ക് നല്ലതായ വേറൊരിടമില്ല കർത്താവേ, അങ്ങ് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ നന്മയും. ഹല്ലേലൂയ. കർത്താവിലേക്ക് ഇന്ന് തിരിയുക, കർത്താവിലേക്ക് ഇന്ന് ഓടുക, കർത്താവിനെ മുറുകെ പിടിക്കുക. വീണുടഞ്ഞു പോയതെല്ലാം തിരികെ നല്ലതാക്കി ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ദാറ്റ് യു വിൽ ഡു ഇറ്റ് ഇൻ യുവർ ചിൽഡ്രൻസ് ലൈഫ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങ് ചെയ്യുവാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിവാഹ ജീവിതങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാവിയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജോലികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബിസിനസ്സുകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് തന്നെ എടുത്ത് പണിയണമേ. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും പണിയണമേ. അങ്ങയുടെ മഹത്വത്തിനായിട്ട്, അങ്ങയുടെ പുകഴ്ചയ്ക്കായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കാം.